Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ അനീസ്ഖാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാഗെല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന എല്ലാ സെറ്റപ്പും ഇങ്ങോട്ടും കൊണ്ടുവരും, പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഒരുപാട് ലഗേജ് ഉണ്ടാവും കൊണ്ടുപോകാൻ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അനീസ്ക്ക് ഞാനും കൂടിയാണ് പോണത്. അനീസ്ക്കൊക്കെ ഇന്നെ ആക്കി തന്നതിന് ശേഷം പിന്നെ വേറെന്തെല്ലോ പരിപാടികളുണ്ട്. അപ്പം വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഉപ്പയും ഉമ്മയും മാത്രമുള്ളേനു. അനിയന്മാർക്കൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ക്ലാസ്സിന് പോയിക്കാണ്. ഉമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചിരങ്ങ താളിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചെമ്മിപ്പൊടിൻ്റെ ചമ്മന്തി അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെന്ന പാടെ തന്നെ നമ്മൾ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒറ്റക്കൊരു റൂമിൽ അടച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും എപ്പോഴും വരുന്നൊരു കമൻറ്റാണ് ഞാൻ ഏത് എഡിറ്ററാണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചിട്ട്. ഞാൻ iMovieയാണ് യൂസ് ചെയ്യണത്. കുറേ കാലമായിട്ട് iMovieയാണ് യൂസ് ചെയ്യൽ. iOSൽ മാത്രമേ iMovie കിട്ടുള്ളൂ. അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് iOS ഡിവൈസസിൽ മാത്രമേ iMovie കിട്ടുള്ളൂ. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ അതിന് ശേഷം ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കുർത്തീസാണുള്ളത്, പിന്നെ ഒരു ചുരിദാറിൻ്റെ സെറ്റ് ഉണ്ട്, ഒരു സൽവാർ സെറ്റ്, അതുപോലെ ഒരു പൈജാമ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെരുപ്പും വാങ്ങിയാണ്, ഹൈ ഹീൽസ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് പൈജാമ സെറ്റ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ്. ഒരു പിങ്ക് കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പ്രിൻറ്റിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവാണ്. ഇതിൽ എനിക്കൊരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ ഞാൻ സൈസ് സെലക്ട് ചെയ്തപ്പം അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ 2XL ആണ് ഇത് വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പം രാത്രി കിടക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വരുന്ന പാൻറ്റാണിത്. പാൻറ്റ് ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഫിഷിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സുഖമുള്ളൊരു ക്ലോത്താണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നിൽക്കും. ഇനി അടുത്ത ഐറ്റം ഒരു കുർത്തിയാണ്. ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. എന്നിട്ട് അതിലിങ്ങനെ ഒരു പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് മുക്കാൽ സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ യെല്ലോയും നേവി ബ്ലൂവും പിന്നെ ഒരു ആഷ് പോലത്തെ ഗ്രേ കളറിലുള്ളൊരു ഡിസൈനുമാണ് വന്നിട്ടുള്ളത്. ഇത് സൈസ് മീഡിയമാണ് ഞാൻ എടുത്തത്. അപ്പം മീഡിയം എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കുർത്തി ആയതുകൊണ്ട് കുറച്ച് ലൂസിൽ കിടന്നാലും നല്ലതാണല്ലോ. അടുത്തതും മാക്സ് എന്നുള്ള കുർത്തി തന്നെയാണ്. അപ്പം അത് ഗ്രേ കളറിലാണ്. ഗ്രേയിൽ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് ഗ്രേ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു റെഡും നേവി ബ്ലൂവും കൂടെ കൂടിയിട്ടുള്ളൊരു പാറ്റേണും ഉണ്ട്. ഇത് നല്ല ഫിറ്റാണ്. ഇതും മീഡിയമാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇതെനിക്ക് നല്ല കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ ഒരു ബ്രാൻഡിൽ നിന്ന് തന്നെ സെയിം സൈസ് വാങ്ങിച്ചിട്ടും അത് രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സൈസ് എടുക്കുമ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാൻ. ഒരു സൈസ് ഇപ്പം കൂടിയാലും പ്രശ്നമില്ല, ടൈറ്റ് ആവാതെ നോക്കിയാൽ മതി. ഇട്ടിട്ട് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ലൊരു മെറ്റീരിയലുമാണ്. രണ്ടും കോട്ടൺ തന്നെയാണ്. അടുത്തത് ഒരു സൽവാർ സെറ്റാണ്. ഈ ഒരു പിങ്കും മജന്തയും അങ്ങനത്തെ ഒക്കെ ഒരു കളറിൽ വരുന്ന ഒരു സൽവാർ സെറ്റാണ്. മെറ്റീരിയൽ റയോണും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സുഖം ഇടാൻ. നെക്കിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസും മീഡിയമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിന്. പക്ഷേ ഇതെനിക്ക് നല്ല ലൂസ് ചെയ്യുന്നു. ഞാനത് പിന്നെയും ഓൾട്ടർ ചെയ്ത് എടുത്തതാണ്. ഇതാണ് ബോട്ടം. ബോട്ടം ഒരു പിങ്ക് കളറിൽ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ഡിസൈനായിട്ട് വരുന്ന ഒരു പാൻറ്റാണ്. അതും ഇറക്കം വന്നിട്ട് നമ്മുടെ ആങ്കിൾ ലെങ്ത് ആണ് ഉണ്ടായിരുന്നത്. പാൻറ്റിൻ്റെ സൈസ് എല്ലാം അവർ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ആങ്കിൾ ലെങ്ത് പാൻറ്റിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പാൻറ്റ് കാണാൻ. പിന്നെ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്.
ദുപ്പട്ട ഉള്ളിൽ വൈറ്റും പിന്നെ ബോർഡറായിട്ട് നമ്മുടെ ആ ടോപ്പിൻ്റെ ഡിസൈനുമാണ് വന്നിട്ടുള്ളത്. ഒരു പിങ്കും വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ടിട്ട് തന്നെ നല്ല സുഖമുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഞാനൊരു പോയിൻറ്റഡ് ഹീൽസ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഹീൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ഹീൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലേനി. ഞാൻ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച്. ഇത് നല്ല ഹീലുണ്ട്. അപ്പം ഇട്ട് നിൽക്കാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ അങ്ങോട്ട് ഒന്ന് ഇട്ട് നടന്നു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിക്കോളും. നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് പ്രൈസ് ഓർമ്മയില്ല. ഞാൻ എല്ലാത്തിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് സൈസൊക്കെ നല്ല പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈസ് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടൊക്കെയാണ് അതിൽ കൊടുത്തിരുന്നത്. ഞാനിപ്പം കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും മൈ ഹോൾ സ്റ്റോർ വഴിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ പിന്നെ ആ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാനിപ്പം ബാക്കിയുള്ള എഡിറ്റിങ്ങും മുഴുവനാക്കി. അങ്ങനെ ഇപ്പം താഴത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ മാത്രമേ ഇങ്ങനെ റൂമിലിരിക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചെയ്യലുള്ളത്. വൈകുന്നേരമായപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഉമ്മാൻ്റെ ഒരു കസിൻ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കഫേ ആണ്, തിരൂരാണ് അതുള്ളത്. അപ്പം ഐസ് ക്യാപ്പ് എന്നാണ് അതിൻ്റെ പേര്. അവർ സൗത്ത് ഇന്ത്യയിലെ തന്നെ നല്ലൊരു ലീഡിങ് ബ്രാൻഡാണ്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പം തിരൂരാണ് അവരുടെ പുതിയ ഷോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ലേനു, കുറച്ചായിട്ടുള്ള ഓപ്പൺ ആയിട്ട്. അപ്പോൾ അവിടെ പോവാം, ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോണത്. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പോൾ ആ സമയത്ത് എന്തായാലും റോഡിൽ നല്ല തിരക്കുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളും അത്യാവശ്യം നല്ലപോലെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 40 മിനിറ്റിൻ്റെ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. ഈ ബ്ലോക്കൊക്കെ കാരണം പിന്നെയും കുറച്ച് സമയമെടുത്ത്. അങ്ങനെ നമ്മളൊരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഷോപ്പിലെത്തുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഐസ് ക്യാപ്പ്. തിരൂർ റിംഗ് റോഡിലായിട്ടാണ് ഈ കഫേ വരുന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ കഫേയിലേക്ക് കയറി. ഹനീഫ് കാക്ക എന്നാണ് ഉമ്മാൻ്റെ കസിൻ്റെ പേര്. അവരുടെ വൈഫായിട്ടുള്ള ഷെറീൻ താത്ത പിന്നെ മക്കൾ എല്ലാവരും ഉണ്ടേനു അവിടെ. കഫേൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു ലൈവ് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഷവായ, അൽഫാം പിന്നെ ഫ്രൈഡ് ചിക്കൻ എല്ലാം ആക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്നിങ്ങനെ കാണുന്നു. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടിക്കാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സാധാരണ നമ്മളൊരു കഫേയിൽ കയറി കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും സ്നാക്സ്, സാൻഡ്വിച്ചസ്, ബർഗേഴ്സ് അങ്ങനെയുള്ളതൊക്കെ അല്ലേ കാണുക. ഇവിടെ നമുക്ക് അൽഫാമും ബ്രോസ്റ്റഡ് ചിക്കനും കബാബ്സും പിന്നെ ഐസ്ക്രീം, കേക്ക്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ പോയപ്പം അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടേനു. അപ്പോൾ ഹനീഫ് കാക്കയും കിച്ചണിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ മെനു നോക്കിയപ്പം ഏകദേശം 100-ൽ കൂടുതൽ നമുക്ക് ജ്യൂസസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട്. കോംബോ ജ്യൂസസ് ഉണ്ട് ഇവിടെ. അതായത് 2 ടൈപ്പ് ജ്യൂസ് ഒരു ഗ്ലാസ്സിൽ നമുക്ക് സെർവ് ചെയ്ത് തരും. അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് നമുക്ക് നല്ല പോലെ അറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. നല്ല സീസണൽ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അത്രയും നല്ല പോലെയാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് വന്നിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ബെറിയപ്പ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോംബോ ജ്യൂസ് ഉണ്ട്. ഇത് ഫലൂദയാണ്. നട്ട്സൊക്കെ നല്ലപോലെ മേലിട്ടിട്ടുണ്ട്. പിന്നെ കബാബ്സ് ഉണ്ട്. ഇത് ഹരിയാലി കബാബാണ്. മറ്റേത് രശ്മി കബാബാണ്. ഇത് അൽഫാമാണ്. ഇവിടെ നമുക്ക് 9 വെറൈറ്റീസ് ഓഫ് അൽഫാം കിട്ടുന്നുണ്ട്. പല ഫ്ലേവറിലുള്ളത്. ഹണി അൽഫാം, പെരി പെരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലേവറിലുള്ള അൽഫാം കിട്ടുന്നുണ്ട്. ഇത് മൊയ്ത്തോ ആണ്. അതിങ്ങനെ വലിയൊരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ സംഭവത്തിലാണ് ഇവർ സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുടിക്കാനായിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ബെറിയപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് ബേയിലെ വെറിയപ്പ് പോലെ ഇതിൽ യോഗേർട്ടൊന്നല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട്സിൻ്റെ പ്യൂരയും പിന്നെ കട്ട് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ് ഇതിലിട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ബെറിയപ്പാണ് ഇവിടെ നമുക്ക് കിട്ടണേ. ഇതിന് ഇവർ ചാർജ് ചെയ്യണത് 150 റുപ്പീസാണ്.
ഫ്രൂട്ട് ബേയിൽ ഇതിന് 240 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വില കുറവാണ്, എന്നാൽ സെയിം ക്വാണ്ടിറ്റിയിലും കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഈ ഹരിയാലി കബാബാണ്. പച്ച കളറുള്ള മസാലയിൽ കോട്ട് ചെയ്തിട്ട് ആക്കിയെടുത്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റായിട്ട് വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനേനും ഫ്ലേവറൊക്കെ നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അവർ മിൻ ചട്നിയും പിന്നെ മയണൈസും ഇതിന് തന്നിട്ടുണ്ടായിനെ. പിന്നെ കുറച്ച് സാലഡ്സും വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ എൻ്റെ വേറൊരു കസിനും പിന്നെ അനിയൻ്റെ ഫ്രണ്ടും എല്ലാവരും ഉണ്ടേനു. കുറേ ആളുണ്ട് നമ്മൾ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചീനെ. ഈ കബാബിൻ്റെ പേര് രശ്മി കബാബ് എന്നാണ്. അതിൻ്റെ മേലെ എഗ് വൈറ്റ് വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് അവരാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ഇനി അതിങ്ങനെ ആ മിൻ ചട്നിയിൽ കൂട്ടി കഴിക്കാൻ അടിപൊളിയേനു. ഇതൊരു കോംബോ ജ്യൂസാണ്. ടെൻഡർ മാംഗോ, താഴെ മാംഗോ ജ്യൂസും മേലെ ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസും രണ്ടും കൂടെ ലെയർ ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് സിപ്പ് ചെയ്യുമ്പോൾ മാംഗോൻ്റെ ടേസ്റ്റ് കിട്ടും, മേലെന്ന് ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് ഇതുള്ളത്. നല്ല വലിയ ഗ്ലാസ്സിലേനു, അതുകൊണ്ട് എനിക്ക് ഇരുന്ന് കുടിക്കാൻ പറ്റിയില്ല. ഞാൻ നിന്നിട്ടാണ് കുടിക്കണേ. പിന്നെ ഇതും വേറൊരു മിക്സ്ഡ് ആയിട്ടുള്ള ജ്യൂസാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് ഇവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്, ഐസ് ക്യാബ് സ്പെഷ്യൽ ഫലൂഡ. അപ്പം അതിൽ നട്ട്സും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ എടുക്കുന്ന ഒരു സ്പീഡൊക്കെ കണ്ടിട്ട് ഇത് മുഴുവൻ ഞാനാ കഴിച്ചതെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. ഞാനിത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ഓരോരോ സ്പൂണ് കഴിച്ച് നോക്കിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സംഭവമാണ് ഫ്രൈഡ് ചിക്കൻ. വന്നപ്പോൾ നല്ല ചൂടുണ്ടേനു, പക്ഷെ ഞാൻ ബാക്കിയുള്ളതെല്ലാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കേനു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴും ആ പുറത്തുള്ള ക്രിസ്പിനെസ് ഒന്നും പോയിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി ഞാൻ ട്യൂബിലിട്ടിട്ടുള്ള ആ മൊയ്ത്തോ ഒന്ന് കുടിച്ച് നോക്കാൻ വിചാരിച്ച്. എനിക്കിങ്ങനെ എരിവും മധുരവും മിക്സാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. പിന്നെ മൊയ്ത്തോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റിനേക്കാളും കൂടുതൽ നമ്മൾ ആ ട്യൂബിലൂടെ ഇങ്ങനെ വലിക്കുമ്പോഴുള്ള ആ ഒരു രസമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ കുറച്ച് അൽഫാമിൻ്റെ വെറൈറ്റീസ് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ മൊത്തം 9 ടൈപ്പ് ഓഫ് അൽഫാംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ 3 ടൈപ്പ് എന്തോ ആണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇത് വേറൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതാണ് റുമാലി റൊട്ടിയിലുള്ള ഷവർമ. പ്ലേറ്റ് ഷവർമയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് റുമാലി റൊട്ടിയിലുള്ള ഷവർമ കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ സാധാ ഷവർമ പോലെയല്ല, വേറൊരു ടേസ്റ്റാണ്. അതിൻ്റെ റോളും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അൽഫാമിൻ്റെയും ഷവായിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഇതുപോലെ തന്തൂരി റൊട്ടി, റുമാലി റൊട്ടി, കുൽച്ച അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് വയറെല്ലാം ഫുള്ളായിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ടേസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് 3 ഐറ്റംസാണ്. ഒന്ന് ആ ഫ്രൈഡ് ചിക്കൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ റുമാലി റൊട്ടിയിലുള്ള ഷാർമ, പിന്നെ ഐസ് ക്യാബ് സ്പെഷ്യൽ ഫലൂദ. ഈ 3 ഐറ്റംസും ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തിരൂർ ഭാഗത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടേക്കൊന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ ആവില്ല, നിങ്ങൾക്കും ഇഷ്ടമാവും. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കുറേ സമയം വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ പുറത്തിങ്ങനെ ഒരു ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചീനെ. ാണ് അവിടുത്തെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ബിസ്ക്കറ്റ് ചായനെ പറ്റി പറഞ്ഞത്. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കുടിച്ച് നോക്കാൻ വിചാരിച്ച്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ആ ബിസ്ക്കറ്റിൻ്റെ കപ്പിലാണ് നമുക്ക് ചായ തരിക. അപ്പം നമുക്ക് ചായയും കുടിക്കാം, ബിസ്ക്കറ്റും കഴിക്കാം. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പോരാൻ നേരം അവരുടെ വക നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ടായി. അതിൽ കുറേ ചോക്ലേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 9:45 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരോടും സലാം പറഞ്ഞ് ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.